എൻ്റെ പേര് മുഫീദ്. ഞാനിപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊന്നായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ ഫിലോസഫി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ CUT ക്രാക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നാട്ടിലെവിടെയും ജോയിൻ ചെയ്തില്ല, എന്തിന് ഡൽഹി വരെ പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതിനാദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കോളേജുകളും ഇവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കോളേജിൻ്റെയും താരതമ്യമാണ്. അപ്പോൾ നമ്മൾ പേര് പോലെ തന്നെ ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെൻറ് അംഗീകൃതമായ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ഡിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സുമായി പല സംസ്ഥാനങ്ങളിൽപ്പെട്ട കുട്ടികളുമായി കമ്പയർ ചെയ്യാനും നമ്മുടെ പുതിയ ഭാഷകൾ പഠിക്കാനും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുന്നത് നല്ല നിലവാരമുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും. കാരണം നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളുള്ള പുസ്തകങ്ങൾ എഴുതിയ പ്രൊഫസേഴ്സ് വരെ ആയിരിക്കും നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങൾ ചോദിക്കാനും അക്കാഡമിക്കലി നല്ലൊരു നിലവാരം, നമ്മുടെ നിലവാരം തന്നെ ഉയർത്താൻ, നമ്മുടെ മാനസികമായി നമ്മൾ അക്കാഡമിക്കലി ഉയരാൻ തന്നെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളാണ് അതിൽ മറ്റൊരു കാരണം. ഇവിടുത്തെ നിരവധി സൊസൈറ്റികളിൽ നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ അഭിരുചികൾ വളർത്താനും നമ്മൾ എഴുതാനും നമുക്ക് നല്ല ഡിബേറ്റ് ചെയ്യാനും പ്രസംഗിക്കാനുമുള്ള പലതരം കഴിവുകൾ ഉണർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെയുള്ള സഹപാഠികൾ വളരെയധികം ഉയരത്തിലെത്തുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മളും അക്കാഡമിക്കലി വളരെയധികം ഉയരണമെന്ന് നമ്മൾ സ്വാഭാവികമായി ആഗ്രഹിക്കുകയും നമ്മൾ വളരെയധികം ഉയരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് ഈ വർഷം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോളേജുകളിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളികളുടെ എണ്ണം വളരെ ഗണ്യമായ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് CUT വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ടോ ഒന്നുമല്ല. പകരം നമ്മുടെ വിദ്യാർത്ഥികൾ കൃത്യമായ അറിവും ഗൈഡൻസും കൃത്യമായ കോച്ചിങ്ങും ലഭിക്കാത്തത് കൊണ്ടാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് അല്ലാഞ്ഞിട്ട് പോലും നമ്മൾ എത്താത്തതിന് കാരണമെന്ന് പറയുന്നത് കൃത്യമായ സമയമെടുത്തുകൊണ്ടുള്ള പരിശീലനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു സമയം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായൊരു ഗൈഡൻസ് വെച്ചിട്ട് കൃത്യമായൊരു കോച്ചിങ് സെൻറ്ററിന് കീഴിൽ നിങ്ങൾ കൃത്യമായ കോച്ചിങ് മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള നല്ല നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കാവുന്നതാണ്.